എന്ത് സ്വഭാവമാളിയാ കുറ്റം പറയാൻ പറ്റില്ല. എച്ചി തന്നെ കേട്ടാ എല്ലാ സാധനവും ഹലോ, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പ്രൊമോ എൻ്റെ പൊന്നു രക്ഷയിലാട്ടോ നമ്മുടെ ലച്ചുവും ശിവാനി തമ്മിൽ പൊരിഞ്ഞടി. വേറെ ഒന്നുമല്ല, നമ്മുടെ ലച്ചു പുതിയ നെയിൽ പോളിഷ് മേടിച്ചിട്ട് അതിങ്ങനെ കയ്യിലിട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ശിവാനി വരുന്നുണ്ട്, പുതിയ നെയിൽ പോളിഷാ എനിക്ക് ഇവിടെ താ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ലച്ചു ആ മേക്കപ്പ് സെറ്റ് മൊത്തത്തിൽ ആ നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട് പിന്നെ ഇപ്പം തരും കാത്തിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലച്ചു മുറി കൊണ്ടേ വെക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ ശിവാനി സിദ്ധോളിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തൊരു സ്വഭാവം അളിയാ ഇതിൻ്റെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേശ് പറയുന്നുണ്ട്, കുറ്റം പറയാൻ പറ്റൂല, എച്ചിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ തന്നെ മൊത്തത്തിൽ കോമഡിയാണേ. ലാസ്റ്റ് നമ്മുടെ ശിവാനിക്കാണെങ്കിൽ ദേഷ്യവും വാശിയും കുറച്ച് കൂടുതലാണല്ലോ, നമുക്കറിയാലോ. അങ്ങനെ ശിവാനി അങ്ങനെ വിട്ടു കൊടുക്കത്തൂല്ലല്ലോ. ശിവാനി ലച്ചു ആ മുറിയിലില്ലാത്ത തക്ക് നോക്കി മുറിയിൽ കയറിയിട്ട് ആ മേക്കപ്പ് സെറ്റിൽ ഇങ്ങനെ തപ്പി പിറക്കുന്നുണ്ട് ആ നെയിൽ പോളിഷേ. ലാസ്റ്റ് നെയിൽ പോളിഷ് കിട്ടത്തില്ല. എന്നിട്ട് മേക്കപ്പ് സെറ്റ് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ, ശിവാനി തന്നെയാണോ അതിന് പിന്നിൽ, അല്ലെങ്കിൽ കേശു ആണോ എന്ന് അറിയില്ല കേട്ടോ. ലാസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലച്ചു കാട്ടക്കലിപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കേശു അവിടെ മുന്നിലൂടെ പോകുന്നുണ്ട്. എന്നിട്ട് കേശുവിനോട് ചോദിക്കുന്നുണ്ട്, എടാ എൻ്റെ മേക്കപ്പ് സെറ്റ് എന്തേടാ, എൻ്റെ മേക്കപ്പ് സെറ്റ് മൊത്തത്തിൽ കാണാനില്ല, എവിടെയാടാ സത്യം പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇനി അതിന് പിന്നിൽ നമ്മുടെ കേശു ആണോ നമ്മുടെ ശിവാനി ലച്ചു തമ്മിൽ അടിയുണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണോ, അല്ലെങ്കിൽ ശിവാനി തന്നെ അത് മൊത്തത്തിലെടുത്ത് മാറ്റിയതാണോ എന്നുള്ളത് നമുക്ക് അറിയണം കേട്ടോ കൂട്ടുകാരെ. കാത്തിരുന്ന് തന്നെ കാണട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.